ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റോറി ശരിക്കും എന്താണ്? ഒന്ന് കെജ്രിവാളിന്റെ ഈ ധൈര്യം എന്ന് പറഞ്ഞാൽ, അതായത് ജയിലിൽ പോയിട്ടും മുഖ്യമന്ത്രിയായിട്ടും രാജിവെച്ചില്ല. ബെയിൽ പോലും ഇത്തവണ ബെയിൽ ആപ്ലിക്കേഷൻ ചോദിക്കാതെ കിട്ടാം. ഇതൊരു ഭയങ്കര ഒരു എങ്ങനെ തിരിച്ചടിക്കണം എന്നുള്ള കാര്യം എന്നെ പലപ്പോഴും നിരാശപ്പെടുന്നത്. പല കോൺഗ്രസ് നേതാക്കന്മാരെയും മറ്റുള്ളവരെയും ED നോട്ടീസ് എടുക്കുമ്പോൾ അവരോടെ ബെയിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. ജയിലിൽ പോയി എല്ലാവരും ജയിലിൽ കിടക്കണം. ഇവരെല്ലാം ജയിലിൽ കിടക്കണമായിരുന്നു. 90 ദിവസം കിടക്കണം. അതിങ്ങനെ ഒരു സാക്രിഫൈസ് എടുക്കാനില്ല. പിന്നെ അവർ നമ്മുടെ സാധാരണ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഒരു അന്തവുമില്ലാതെ 60-70 വർഷങ്ങൾ നാളിൽ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ 70 പട്ടിണിയും അങ്ങനെ പല കാര്യങ്ങളും വർഷങ്ങളുള്ളൂ. അതിനൊരു എൻഡുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും സുഖങ്ങൾ അനുഭവിച്ച ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കോൺഗ്രസിന്റെ ഒരിക്കലും പറയാൻ നോക്കില്ല. അവർ അധികാരത്തിന്റെ ഫ്രൂട്ട്സ് അനുഭവിച്ചിട്ടില്ല എന്ന്. അനുഭവിച്ചിട്ടുണ്ട്. എത്രയോ വർഷമായിട്ട് 70 വർഷം അവർ ഭരിച്ചതല്ലേ. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഒരു 100 ദിവസം ജയിലിൽ പോയി കിടന്നത് ബെയിൽ അപേക്ഷിക്കരുതാണ് പറയുന്നത്. അതാണ് അദ്ദേഹമാണ് കാണിച്ചത്.